നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ഒന്ന് ഉറങ്ങി ഉണരുമ്പോൾ നമ്മെ വിട്ടുപോയ വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, വയനാട്ടിൻ്റെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ പാനൂർ ബസ് കൂട്ടായ്മയുടെ നേതൃത്വം നടത്തുന്ന മഹനീയമായ ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ വാർത്തകളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. ദുരന്തത്തിന്റെ കനൽക്കാറ്റുകൾക്കിടയിൽ വീശുന്ന സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മാറുകയാണ് പാനൂർ ബസ് കൂട്ടായ്മ. വയനാട് ദുരന്തത്തിൽ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കായി അവരുടെ കണ്ണീരൊപ്പാൻ സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുകയാണ് പാനൂർ ബസ് കൂട്ടായ്മയിലെ 50ഓളം ബസ്സുകൾ. വയനാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് സർവീസ് നടത്തുന്നതാണ്. ഞങ്ങൾ എല്ലാ ബസ്സുകാരും ഇന്ന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഡീസലിന്റെ പണം ഒഴിച്ച് ബാക്കി മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇവർ. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഈ സദുദ്യമത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഞാൻ വലിയ ഒരു ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ ആ കൊമ്പനാനയുടെ ആ കാട്ടാനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നാണ് അമ്മ പറഞ്ഞത്. നേരം വെളുക്കുവോളം ആ ആന അവിടെ തന്നെ ഇവർക്ക് കാവലായിട്ട് നിൽക്കുന്ന ഒരു രംഗം അമ്മ വിശദീകരിച്ചപ്പോൾ നമ്മളെല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടിലെ മുഴുവൻ ആളുകളും അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിനും വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങളും ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലും അതുമായി ബന്ധപ്പെട്ടല്ലാതെയും ധാരാളം സംഭാവനകളൊക്കെ ഇന്ന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് പാനൂരിലെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, ഈ ബസ് അസോസിയേഷന്റെ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ കലക്ഷൻ. കെ റോജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ കെ സുധീർ കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടപെടലിനെ സംബന്ധിച്ച് നാസർ മാഷ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ഒരു വാക്ക് പോലും പറയേണ്ടതായിട്ടില്ല. നമുക്ക് വർത്തമാന പത്രങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല. ചടങ്ങിന് വി വിപിൻ സ്വാഗതം പറഞ്ഞു. ദുരന്തകാലത്ത് എപ്പോഴും പാനൂർ ബസ് കൂട്ടായ്മ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടെന്ന് കൂട്ടായ്മ പ്രതിനിധി കെ ബിജു പറഞ്ഞു. പാനൂരിലുള്ള ബസ് തൊഴിലാളികളുടെയും ഉടമകളുടെയും കൂട്ടായ്മയായ പാനൂർ കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പാനൂരിലുള്ള 50 ബസ്സുകൾ വയനാട്ടിൽ ദുരിതം നേരിടുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഓടുന്ന വാഹനങ്ങൾ അവരുടെ ഡീസൽ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ തത്തുല്യമായ മറ്റു സർക്കാർ സംവിധാനങ്ങളിലേക്കോ നൽകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ രാത്രിയോടുകൂടെ ഓട്ടം പൂർത്തിയാക്കുന്ന ബസ്സുകൾ രാത്രി തന്നെ ഇതിൻ്റെ കണക്കുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് നാളെ രാവിലെ തന്നെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇതിനോടകം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാനൂരിലെ ഓട്ടോ തൊഴിലാളികൾ ബസ്സിൽ യാത്ര ചെയ്ത് തങ്ങളുടെ സംഭാവനകൾ കൂട്ടായ്മയിലേക്ക് നൽകി. വരാൻ പോകുന്ന തലമുറകളോട് ഇനി ഒരു കഥ പറയണം. ദുരന്തമുഖത്ത് കാവലായി നിൽക്കുന്ന ഇത്തരം കൂട്ടായ്മകളെ കുറിച്ച്, അവരുടെ നന്മകളെ കുറിച്ച്, കുടുക്ക പൊട്ടിക്കുന്ന കുട്ടികളെ കുറിച്ച്. ആ കഥകൾ കേട്ട് അവർ വളരണം. കേരളത്തിന്റെ മഹത്വമറിഞ്ഞവർ ജീവിക്കട്ടെ. സമഗ്ര ന്യൂസ്, പാനൂർ.